അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. ലേൺ അറബിക് വിത്ത് മിന്നാസ്ലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിൻ്റെ അഖീദ 6ാമത്തെ പാഠഭാഗമാണ്. അദ്ദർസുസ്സാദിസു മുഅ്ജിസാത്തുൽ അംബിയാഇ അലൈഹിമുസ്സലാം. അംബിയ മുർസലുകളുടെ അമാനുഷികതകൾ. അല്ലാഹു പ്രവാചകന്മാർക്ക് നൽകുന്ന അസാധാരണ കഴിവുകളാണ് മുഅ്ജിസത്തുകൾ. അവർ അല്ലാഹുവിൻ്റെ ദൂതന്മാരും സത്യവാന്മാരുമാണെന്ന് തെളിയിക്കുന്നതിനാണ് അവർക്ക് അല്ലാഹു മുഅ്ജിസത്തുകൾ നൽകുന്നത്. മൂസാ നബി അലൈഹിസ്സലാം ചെങ്കടൽ പിളർത്തി ബനൂ ഇസ്രായേലിയരെ രക്ഷപ്പെടുത്തിയതും കൈവശമുണ്ടായിരുന്ന വടി പാമ്പാക്കി മാറ്റിയതും, ഈസാ നബി അലൈഹിസ്സലാം മരിച്ചവരെ ജീവിപ്പിച്ചതും അന്ധന് കാഴ്ച നൽകിയതും ഖുർആനിൽ പറഞ്ഞിട്ടുള്ള മുഅ്ജിസത്തുകളിൽ ചിലതാണ്. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തുകൾ മറ്റു നബിമാരുടേതിനേക്കാൾ വലുതും മഹത്വമുള്ളതുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഖുർആൻ ഷരീഫാണ്. മക്കക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനാണെന്നതിന് തെളിവ് ആവശ്യപ്പെട്ടപ്പോൾ ചന്ദ്രനെ പിളർത്തി കാണിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈവിരലുകൾക്കിടയിൽ നിന്ന് ശുദ്ധജലം പ്രവഹിക്കുകയും ആയിരക്കണക്കിന് ആളുകൾ അതിൽ നിന്ന് കുടിക്കുകയും വുളൂ ചെയ്യുകയും ഉണ്ടായി. ഇതാണ് ഏറ്റവും പുണ്യവും ശുദ്ധവുമായ വെള്ളം. വൃക്ഷങ്ങളും കല്ലുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സലാം പറയുകയും നബിയാണെന്ന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. ഖന്തഖ് യുദ്ധസമയത്ത് ജാബിർ റളിയല്ലാഹു അൻഹു ഒരുക്കിയ കുറഞ്ഞ ഭക്ഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബർക്കത്ത് കൊണ്ട് 1000-ലധികം സ്വഹാബാക്കൾ ഭക്ഷിക്കുകയും ആ ഭക്ഷണം ഒട്ടും കുറയാതെ ബാക്കി വരികയുമുണ്ടായി. പുതിയ മിമ്പർ നിർമ്മിക്കുകയും മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുതുബ ഓതുമ്പോൾ ഉപയോഗിച്ചിരുന്ന ഈത്തപ്പനത്തടി ഒഴിവാക്കപ്പെട്ടപ്പോൾ തേങ്ങിക്കരയുകയുണ്ടായി. ഖൈബർ യുദ്ധസമയത്ത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചെങ്കണ്ണ് രോഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമിനീർ പുരട്ടി സുഖപ്പെടുത്തി. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് മരിച്ചുപോയ എൻ്റെ മകളെ ജീവിപ്പിച്ചു കാണിച്ചാൽ മാത്രമേ ഞാൻ താങ്കളിൽ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബറിനരികിൽ ചെന്ന് വിളിക്കുകയും ആ കുട്ടി വിളിക്കുത്തരം നൽകുകയും ഉണ്ടായി. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനേകം മുഅ്ജിസത്തുകളിൽ ചിലതാണ്. ഇഖ്തറബത്തിസ് സാഅത്തു വൻഷഖൽ ഖമറു. അന്ത്യനാൾ അടുത്തിരിക്കുന്നു, ചന്ദ്രൻ പിളർന്നു. ഈ പാഠഭാഗത്തിൽ എന്താണ് നമ്മൾ പഠിക്കുന്നത്? അംബിയ മുർസലുകളുടെ അമാനുഷികതകളെക്കുറിച്ചാണ് പഠിക്കുന്നത് അല്ലേ? ഏതൊക്കെ നബിമാരുടെ അമാനുഷികതകളാണ് നമ്മൾ ഈ പാഠത്തിൽ പരിചയപ്പെട്ടത്? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും ഈസാ നബി അലൈഹിസ്സലാമിൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും മുഅ്ജിസത്തുകളെക്കുറിച്ചാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ ചർച്ച ചെയ്തത്. എന്താണ് മുഅ്ജിസത്ത് അല്ലെങ്കിൽ അമാനുഷികത എന്ന് പറയുന്നത്? അല്ലാഹു പ്രവാചകന്മാർക്ക് നൽകുന്ന അസാധാരണ കഴിവുകളാണ് മുഅ്ജിസത്തുകൾ അല്ലേ? അമാനുഷികത സാധാരണ മനുഷ്യർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണോ അതൊക്കെ? അല്ല അല്ലേ? അവർ അല്ലാഹുവിൻ്റെ ദൂതന്മാരാണെന്നും അവർ പറയുന്നതെല്ലാം സത്യമാണെന്നും തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർക്ക് അല്ലാഹു അമാനുഷികമായ കഴിവുകൾ നൽകി അനുഗ്രഹിച്ചത് അല്ലേ? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെങ്കടലിനെ 2ആയി പിളർത്തി ബനൂ ഇസ്രായേലിയരെ രക്ഷപ്പെടുത്തി. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന വടി താഴെയിട്ടപ്പോൾ എന്തായി മാറി? പാമ്പായി മാറി അല്ലേ? നമ്മളൊരു വടിയെടുത്ത് താഴെയിട്ട പാമ്പായി മാറുമോ? ഇല്ലല്ലേ, അത് വടിയായി തന്നെ ഇരിക്കും. കാര്യം എന്താ? ഈസാ നബി അലൈഹിസ്സലാമിന് അള്ളാഹു കൊടുത്ത മുഅ്ജിസത്താണത് അല്ലേ? ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹു നൽകിയ മുഅ്ജിസത്ത് കൊണ്ട് അന്ധന്മാർക്ക് കാഴ്ചശക്തി നൽകുകയും മരിച്ചവരെ ജീവിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെങ്കിലോ, അദ്ദേഹത്തിൻ്റെ മുഅ്ജിസത്താണ് ഏറ്റവും വലുതും മഹത്വമേറിയതും. നബി തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഖുർആൻ ഷരീഫാണ്. മക്കക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പ്രവാചകനാണെന്നതിൻ്റെ തെളിവ് ആവശ്യപ്പെട്ടപ്പോൾ
ചന്ദ്രനെ രണ്ടായി പിളർത്തി തെളിവ് കാണിച്ചു കൊടുത്തു. അതുമാത്രവുമല്ല, നിബിതങ്ങളുടെ വിരലുകൾക്കിടയിൽ നിന്ന് ശുദ്ധജലം പ്രവഹിക്കുമായിരുന്നു. അതിൽ നിന്ന് 1000-ലധികം ആളുകൾ കുടിക്കുകയും വുളൂ ചെയ്യുകയും ചെയ്യുമായിരുന്നു അല്ലേ. പിന്നീടെന്താ, വൃക്ഷങ്ങളും കല്ലുകളുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സലാം പറയുകയും നബിയാണെന്ന് സാക്ഷ്യം പറയുകയും ചെയ്യുമായിരുന്നു. നബിതങ്ങളുടെ ബർക്കത്ത് കൊണ്ട് കുറഞ്ഞ ഭക്ഷണം പോലും അധികരിക്കുകയും ഉണ്ടായിരുന്ന അത്രയും തന്നെ അവശേഷിക്കുകയും ചെയ്തിട്ടുണ്ട്. പുതിയ മിമ്പർ നിർമ്മിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുതുബ ചൊല്ലാനായി ഉപയോഗിച്ചിരുന്ന ഈത്തപ്പന തടി ഉപേക്ഷിക്കപ്പെട്ടു. ആ സമയം ആ ഈത്തപ്പന തടി തേങ്ങിക്കരയുകയുണ്ടായി. അതുപോലെ തന്നെ തൻ്റെ ഉമിനീരുകൊണ്ട് അലി ഇബ്നു അബീ ത്വാലിബിൻ്റെ ചെങ്കണ്ണ് രോഗം മാറ്റിക്കൊടുക്കുകയും ഉണ്ടായി. ഒരാൾ വന്നിട്ട് നബിതങ്ങളോട് മരിച്ചുപോയ തൻ്റെ മകളെ ജീവിപ്പിച്ച് തന്നാൽ മാത്രമേ ഞാൻ താങ്കളിൽ വിശ്വസിക്കൂ എന്ന് പറഞ്ഞപ്പോൾ നബിതങ്ങൾ എന്ത് ചെയ്തു? ആ കുട്ടിയുടെ ഖബറിനരികിലേക്ക് പോയി ആ കുട്ടിയെ വിളിക്കുകയും വിളിക്ക് ഉത്തരം കിട്ടുകയും ചെയ്തു. ഇതെല്ലാമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്ത്. പാഠഭാഗം മനസ്സിലായല്ലോ. ഇനി നമുക്ക് എക്സസൈസിലോട്ട് പോകാം. ഉത്തരം എഴുതുക. 1. എന്താണ് മുഅ്ജിസത്തുകൾ? എന്താണ് മുഅ്ജിസത്തുകൾ? അള്ളാഹു പ്രവാചകന്മാർക്ക് നൽകുന്ന അസാധാരണ കഴിവുകളാണ് മുഅ്ജിസത്തുകൾ. 2. പ്രവാചകന്മാർക്ക് മുഅ്ജിസത്തുകൾ നൽകിയിട്ടുള്ളത് എന്തിനു വേണ്ടിയാണ്? അവർ അള്ളാഹുവിൻ്റെ ദൂതന്മാരും സത്യവാന്മാരുമാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയാണ് അവർക്ക് അള്ളാഹു മുഅ്ജിസത്തുകൾ നൽകിയിട്ടുള്ളത്. അടുത്തത്, മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ഒരു മുഅ്ജിസത്ത് എഴുതുക. ഒരു മുഅ്ജിസത്ത് എഴുതിയാൽ മതി. അപ്പോൾ നോക്കിയത് എഴുതാം. വടി താഴെയിട്ടപ്പോൾ പാമ്പായി മാറിയതല്ലേ. അടുത്തത്, ചന്ദ്രനെ പിളർത്തിയത് ആര്, എപ്പോൾ? ആരായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എപ്പോഴായിരുന്നു? മക്കക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകനാണെന്നതിന് തെളിവ് ആവശ്യപ്പെട്ടപ്പോൾ. 5. ഏറ്റവും പുണ്യമായ ശുദ്ധജലം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിരലുകൾക്കിടയിൽ നിന്ന് പ്രവഹിച്ച ജലമാണ് ഏറ്റവും ശുദ്ധമായത്. യോജിച്ചത് ചേർക്കുക. കുറച്ച് മുഅ്ജിസത്തുകൾ തന്നിട്ടുണ്ട്. നബിമാരുടെ പേരുകളും കോളങ്ങളും തന്നിട്ടുണ്ട്. ഓരോ നബിമാരുടെ പേരിൻ്റെ താഴെയും ഓരോ കോളത്തിലും മുഅ്ജിസത്തുകൾ ഏതാണെന്ന് തിരഞ്ഞെടുത്ത് എഴുതാനാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മുഅ്ജിസത്തുകൾ ഏതൊക്കെയാണ്? നോക്കിയിട്ടൊന്ന് പറഞ്ഞേ. മൂന്നാമത് കിടക്കുന്നതല്ലേ വടി പാമ്പാക്കിയത്. പിന്നീട് ഏതാണ്? 5-മത് കിടക്കുന്നത് ചെങ്കടൽ പിളർത്തിയത്. അടുത്തത്, ഈസാ നബി അലൈഹിസ്സലാം. ഈസാ നബിയുടെ മുഅ്ജിസത്ത് ഏതാണ്? 1-മത് കിടക്കുന്നതല്ലേ അന്ധന് കാഴ്ച നൽകി. ഇനിയുള്ളതാരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തുകൾ എന്തൊക്കെയാണ്? 2-മതുള്ളത് കുറഞ്ഞ ഭക്ഷണം 1000-ലധികം പേർക്ക് ഭക്ഷിക്കാൻ കഴിഞ്ഞത് അല്ലേ. പിന്നീട് ഏതാ? 4-മത്തേത് ചെങ്കണ്ണ് രോഗം സുഖപ്പെടുത്തിയത്. അപ്പോൾ ചോദ്യോത്തരങ്ങളും പാഠഭാഗവും എല്ലാം നന്നായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണും വരെ മഅസ്സലാമ.